കൂടിവന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവിക സന്ദർശനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വളരെ പ്രാർത്ഥനയോടെയാണല്ലോ നമ്മളെല്ലാവരും കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സന്നിധിയിൽ നിന്ന് നമുക്ക് നിശ്ചയമായും അനുഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ വകയുണ്ട്. ഹല്ലേലൂയ. നിങ്ങളൊരു മനുഷ്യൻ്റെ മുമ്പിലല്ല, നിങ്ങൾ സാക്ഷാലാകുന്നവൻ്റെ മുമ്പിലാകൊണ്ട് നമുക്ക് വലിയ കാര്യങ്ങൾ ആ സന്നിധിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. ഞാൻ നിങ്ങളെല്ലാവരെയും കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും അരുമനാഥനായ യേശുക്രിസ്തു നമുക്കായി തന്ന ജീവൻ്റെ പുസ്തകത്തെ നമുക്ക് തുറക്കാം. അതിൽ എൻ്റെ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ഒരു തിരുവെഴുത്ത് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിലേക്ക് കർത്താവിൻ്റെ അനുവാദത്തോടെ ദൈവാത്മാവ് തന്ന ഗൈഡൻസോടെ ഞാൻ തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം, അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള ജീവമൊഴികൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം, അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള അനുഗ്രഹിക്കപ്പെട്ട തിരുവചനങ്ങൾ എടുത്ത ആർക്കെങ്കിലും ഒരാൾക്ക് വ്യക്തതയോടെ ശബ്ദമുയർത്തി വായിക്കാം. തന്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ചു തീർന്നത് ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്നും പുറപ്പെട്ടു പോയി. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിക്കും. എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. എങ്കിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. സുവിശേഷത്തിൽ ഒരുപാട് ഭാഗ്യാവസ്ഥയെക്കുറിച്ച് കർത്താവിൻ്റെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യേശു തീർത്തും തികച്ചും പറയുന്നു, എങ്കിൽ ഉറച്ചു നിൽക്കുന്നവൻ മാത്രമാണ് ഭാഗ്യവാൻ. ഒരു പ്രവാചകന്റെ വായിൽ നിന്നൊരു പ്രവചന ശബ്ദം കേട്ടാലും, ഒരു അപ്പോസ്തലന്റെ വായിൽ നിന്ന് നിങ്ങൾ ഒരു ദൈവശബ്ദം കേട്ടാലും, നിങ്ങൾക്കൊരു ദർശകൻ ഒരു വഴി പറഞ്ഞു തന്നാലും, നിങ്ങളെ ഭാഗ്യം തേടി വരുന്നത് നിങ്ങൾ എന്നോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു, ഞാനുമായിട്ടുള്ള നിങ്ങളുടെ സഖ്യതയ്ക്ക്, നിങ്ങളുടെ ഒരുമയ്ക്ക് അനുസരിച്ചിരിക്കും നിങ്ങൾ ഓരോരുത്തരുടെയും ഭാഗ്യം എന്ന് കർത്താവായ യേശുക്രിസ്തു പറയുമ്പോൾ, അതിൽ മത്തായിയുടെ സുവിശേഷം തന്നെ 10-ാമത്തെ അധ്യായത്തിൽ പല കാര്യങ്ങളെക്കുറിച്ച് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞ് ബലപ്പെടുത്തുകയും ഉപദേശിക്കുകയും അവരെ ധൈര്യപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഗലീലയിലെ 4-ാമത്തെ ഒരു പര്യടനത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു നിർത്തിയത്. അതിൽ യേശു കർത്താവ് പതിവ് പോലെ 12 ശിഷ്യന്മാരോടും കൽപ്പിച്ചു തീർന്ന ശേഷം 10-ാമത്തെ അധ്യായത്തിൽ താനെല്ലാം കൽപ്പിച്ചു തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിക്കുവാനും പ്രസംഗിക്കുവാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. കർത്താവ് ഒരു സഞ്ചാര സുവിശേഷകനായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. കർത്താവ് ഓരോ പട്ടണത്തിലും താൻ പ്ലാൻ ചെയ്തതനുസരിച്ച്
താൻ തൻ്റെ സുവിശേഷ വേലയ്ക്കായി കടന്നു പോകുമ്പോൾ അനേകർ യേശു കർത്താവിൻ്റെ മുമ്പിൽ വരുന്നത് പതിവാണ്. ദൈവവചനം കേൾക്കാൻ വരുന്നത് പതിവാണ്. കർത്താവ് ഒരു കൂട്ടത്തെ കാണുമ്പോൾ അവരെ നോക്കി മനസ്സലിയുന്നത് പതിവാണ്. അവരോട് സംസാരിക്കുന്നത് പതിവാണ്. കാര്യങ്ങൾ തിരക്കുന്നത് പതിവാണ്. എന്നാൽ ഒരു മനുഷ്യൻ എന്ന രൂപത്തിനപ്പുറമായി മറ്റൊരു പ്രത്യേകതയും യേശുവിനില്ല. വിസിബിളി ഒരു മനുഷ്യനുള്ളതുപോലെ ആ നാട്ടിലുള്ള ഒരു മനുഷ്യർക്കുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഉള്ള അതേ രൂപവും അതേ ഭാവവും അതേ വസ്ത്രധാരണവും ഒക്കെ തന്നെ കർത്താവായ യേശുവിനുള്ളത് കൊണ്ടും ഒരു ദൈവപുത്രൻ എന്ന് ഉൽപ്പത്തി മുതൽ മലാക്കി വരെയും ഇവർ കേട്ടിരിക്കുന്നത് കൊണ്ട് ഇവരുടെ എല്ലാം എക്സ്പെക്റ്റേഷന് വെളിയിലാണ് യേശു കർത്താവിൻ്റെ രൂപം എന്ന് ആയതുകൊണ്ടും അവിടെ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന പലർക്കും യേശുവിൻ്റെ വായിൽ നിന്ന് തന്നെ പലതും കേട്ടിട്ടും തൻ്റെ പല അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടും ഇതാകുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന മശിഹ, ഇതാകുന്നു ഞങ്ങൾ കാത്തിരുന്ന ക്രിസ്തു, ഇതാകുന്നു ഞങ്ങളുടെ രക്ഷയ്ക്കായി ദൈവം അയച്ച രക്ഷകൻ എന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ ഒരു മനസ്സില്ലായിരുന്നു. നമ്മളും ഇതുപോലെ തന്നെയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ, ഒരു ദൈവിക ഇടപെടലിനെ, ഒരു ദൈവിക എൻകൗണ്ടറിനെ അല്ലെങ്കിൽ ഒരു ദൈവിക അരുളപ്പാടിനെ നാം നമ്മുടേതാകുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുകയും മനസ്സിൽ കാണുകയും പ്രതീക്ഷിക്കുകയും നമ്മൾ അതിനൊരു രൂപം കൊടുത്തു വെക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മുടേതായ രീതിയിൽ ഒരു ദൈവപ്രവൃത്തിയോ ഒരു ദൈവ ശബ്ദമോ ഒരു ദൈവിക ആലോചനയോ ഒരു ദൈവിക ഇടപെടലോ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇടപെടാത്തത് കൊണ്ട് ഉണ്ടാകാത്തത് കൊണ്ട് വീണ്ടും നമ്മളും കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന ഒരു യോഹന്നാനെ പോലെ ചോദിക്കുകയാണ്, ഇനി ഞങ്ങൾ വേറെ ആരെയെങ്കിലും കാക്കണോ? ഇനി ഞങ്ങൾ വേറെ ആരെയെങ്കിലും പ്രതീക്ഷിക്കണോ? ഞങ്ങൾ പ്രതീക്ഷിച്ച ആൾ നീ തന്നെ ആണോ? ഞങ്ങൾ വിചാരിച്ചിരുന്ന ആൾ നീ തന്നെയാണോ? ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി പുസ്തകം വരെ പലരും, പല പ്രവാചകന്മാരും, പല ദൈവദാസന്മാരും പറഞ്ഞ ക്രിസ്തുവിൻ്റെ രൂപം ഇത് തന്നെ ആണോ? ഞാൻ കാരാഗ്രഹത്തിൽ കിടന്ന് ഒരു വസ്തുത കേട്ടു, അത് അങ്ങ് തന്നെയാണോ? താൻ തൻ്റെ ശിഷ്യന്മാരെ അയച്ച് യേശുവിനോട് ഒന്ന് ചോദിപ്പിച്ച ഭാഗമാണിത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സുഹൃത്തേ, നിങ്ങൾക്കും നിങ്ങൾക്കുള്ള തലമുറകൾക്കും നിങ്ങളുടെ തലമുറകൾക്കുണ്ടാകാനിരിക്കുന്ന തലമുറകൾക്കും അവർക്കുണ്ടാകാനിരിക്കുന്ന തലമുറകൾക്കും വരെ ഈ ലോകം അവസാനിക്കാതെ ബാക്കി നിൽക്കുകയാണ് എങ്കിൽ അവർക്കുൾപ്പെടെ രക്ഷയ്ക്കായി ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒരൊറ്റ നാമമേ ഉള്ളൂ, അത് കർത്താവായ യേശു കർത്താവിന്റെ നാമമാണ്. ഇവർക്കെല്ലാവർക്കുമുള്ള ഏതൊരു വിഷയത്തിനും ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, അത് വിശുദ്ധ ബൈബിൾ ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാനും നിങ്ങളും അടങ്ങുന്നവർക്കും ഏതൊരു വിഷയത്തിനും ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു എന്ന പരിഹാരമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലകൾക്കകത്തും നമുക്ക് കൊണ്ടുവച്ച് സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ നാമമേ ഉള്ളൂ, അത് കർത്താവായ യേശുവിന്റെ നാമമാണ്. നിങ്ങളൊരു വണ്ടി എടുത്ത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. നിങ്ങൾക്ക് ആ വണ്ടി എടുത്ത് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ കാറാകട്ടെ, ബൈക്കാകട്ടെ, സ്കൂട്ടർ ആകട്ടെ, നിങ്ങൾ എടുത്ത് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ആരും ആ കമ്പനി ഓണറെയോ അല്ലെങ്കിൽ ആ നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനം ഏത് കമ്പനിയിൽ നിന്നാണോ ആ കമ്പനിയെ നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടല്ല ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ആ കമ്പനിയോട് പ്രാർത്ഥിച്ചുകൊണ്ടല്ല ഇറങ്ങുന്നത്. നിങ്ങൾ കർത്താവായ യേശുവിനെ അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ദൈവത്തെ വിളിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ വചനം വായിച്ചാണ് നിങ്ങൾ ഇറങ്ങുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ആരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുക്കുണ്ടാക്കി തന്ന ഭക്ഷണമാണെങ്കിലും നിങ്ങളുടെ അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണമാണെങ്കിലും നിങ്ങൾ ഹോട്ടലിൽ നിന്ന് മേടിച്ചോണ്ട് വെച്ച് കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും നിങ്ങൾ ആരും ആ ഹോട്ടലിനെയോ ഹോട്ടൽ നെയ്മോ അല്ലെങ്കിൽ അവിടുത്തെ ഷെഫിനെയോ അല്ലെങ്കിൽ ആ ഹോട്ടൽ ഉടമസ്ഥനെയോ ഒന്നും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടല്ല നിങ്ങൾ കഴിക്കുന്നത്. കർത്താവേ നിനക്ക് നന്ദി, നിനക്ക് സ്തോത്രം, അവിടെ പറഞ്ഞാ നമ്മൾ കഴിക്കുന്നേ. ഹല്ലേലൂയ.
നിങ്ങളൊരു മെഡിസിൻ കഴിച്ചാലും നിങ്ങളാരും ആ മെഡിസിൻ കമ്പനിക്ക് നന്ദി പറഞ്ഞുകൊണ്ടല്ല കഴിക്കുന്നത്. കർത്താവ്, ഇത് കഴിക്കുമ്പോൾ ഒന്ന് എനിക്ക് ആ സൗഖ്യമാവണം, രണ്ട് എനിക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകരുത് എന്ന ഉദ്ദേശത്തോടെ കർത്താവെ സ്തോത്രം എന്നൊരൊറ്റ വാക്കിനകത്ത് ഒതുക്കിക്കൊണ്ടാണ് നിങ്ങൾ ആ ഗുളിക കഴിക്കുന്നത്. ജീവിതത്തിന്റെ ഏതു മേഖലകൾക്കകത്തും നമുക്ക് വളരെ കംഫർട്ടബിൾ ആയി കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു നാമമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. നിങ്ങളുടെ ജീവിതത്തിൽ പൈശാചിക ആക്രമണങ്ങൾ ഒരു പരമ്പരയായി നടക്കുമ്പോഴും നിങ്ങളാരും ലൂസിഫറിന്റെ തലതൊട്ടപ്പനെ നിങ്ങൾ വിളിക്കാറില്ല, അല്ലെങ്കിൽ ലൂസിഫറുമായി ബന്ധമുള്ള മറ്റാരെയെങ്കിലും ഒന്ന് സംസാരിച്ച് ഡീൽ ചെയ്യാറില്ല. അവിടെയും നിങ്ങൾ എടുക്കുന്ന ഒരേ ഒരു നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും, വാഹനം ഓടിക്കുമ്പോഴാണെങ്കിലും, ഒരു ഗുളിക കഴിക്കുമ്പോഴാണെങ്കിലും, ജീവിതത്തിൽ പല പ്രതിസന്ധികൾ പിശാചും മനുഷ്യനിലൂടെയും ഒക്കെ ഒരുക്കി ജീവിതത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോഴാണെങ്കിലും എവിടെയും നമ്മൾ എടുക്കുന്ന ഒരു നാമമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ജീവിതത്തിന്റെ ഏതു മേഖലകളിലും, ഏതിടങ്ങളിലും, ഏത് കോണുകളിലും ഞാൻ സഞ്ചരിക്കും പോലെ തന്നെ എനിക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന നാമമാകൊണ്ട് ആകാശത്തിന്റെ കീഴിൽ, മനുഷ്യരുടെ ഇടയിൽ, ഭൂമിക്ക് മുകളിൽ നമുക്ക് രക്ഷയ്ക്കായി വേറൊരു നാമമില്ല. ഞാൻ ഇത് ആരോടൊക്കെയോ പ്രവചിച്ച് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ പറഞ്ഞ ലിസ്റ്റിനകത്തുള്ള വിഷയമായിരിക്കത്തില്ല നിങ്ങളുടേത്. എന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു പ്രതിസന്ധിയുടെയും മധ്യത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ആമേൻ. വചനം പറയുന്നു, യോഹന്നാന് ഒരു സംശയം. യോഹന്നാൻ ഒരു സംശയം. ഉൽപ്പത്തി പുസ്തകം നിങ്ങളൊന്ന് എടുത്തേ. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതൽ നമുക്കൊന്ന് വായിക്കാം. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസ്സുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കൊതുകാൽ തകർക്കും. ഈ ഉൽപ്പത്തി പുസ്തകം മുതലുള്ള വചനങ്ങൾ ഈ ജനത്തിന്റെ ഇടയിൽ യോഹന്നാൻ ഉൾപ്പെടെ ഉള്ളവരുടെ ഹൃദയത്തിൽ കിടക്കുന്നത് കൊണ്ടും ഒരു രക്ഷകനെ ദൈവം നമുക്ക് എഴുന്നേൽപ്പിച്ചു തരുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെയും മോശെ പ്രവാചകന്റെ പുസ്തകത്തിലൂടെയും ഒക്കെ ഈ ജനം കേട്ട് പഠിച്ചു വെച്ചിരിക്കൊണ്ടും അതൊരു ദൈവപുത്രനായിരിക്കുമെന്ന് ഇവർക്ക് അറിയാമെന്നുള്ളത് കൊണ്ടും ഇവരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ രൂപം വേറെയാ. ഇവരുടെ പ്രതീക്ഷകളിൽ മശിഹായുടെ രൂപം വേറെയാ. ഇവരുടെ ഉള്ളിൽ ക്രിസ്തു എന്ന ഒരു ആശയം മറ്റൊരു രൂപത്തിലാണ് വെച്ചേക്കുന്നത്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ദൈവം മനുഷ്യർക്കു വേണ്ടി ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമെല്ലാം അവരുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചിട്ടാണ് ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവൃത്തികളെല്ലാം ചെയ്തിരിക്കുന്നത്. ദൈവം അങ്ങനെ തന്നെ ഇറങ്ങി വന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് മാത്രമല്ല ദൈവപ്രവൃത്തി. അതിലുപരി ദൈവം തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന ചില മനുഷ്യരെ മനുഷ്യന് വേണ്ടി തന്നെ എഴുന്നേൽപ്പിക്കുന്നതും ഒരു ദൈവപ്രവൃത്തിയാണ്. ഈ മനുഷ്യരുടെ ഇടയിൽ അവരുടെ രൂപത്തിലും മക്കൾ ജഡരക്തങ്ങളാകൊണ്ട് സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ ജഡരക്തങ്ങളോടുകൂടിയവനാക്കി അവരുടെ ഇടയിൽ ഒരു സഹായിയായി, ഒരു രക്ഷകനായി ദൈവം അവനെ അവതരിപ്പിച്ചപ്പോൾ മനുഷ്യർക്ക് അവനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ
കഴിഞ്ഞില്ല. മനുഷ്യർക്ക് അവനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. തൻ്റെ വാക്കുകളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പ്രവർത്തികളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആലോചനകളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരാഗ്രഹത്തിനകത്ത് വെച്ച് ചില സംഭവങ്ങളെക്കുറിച്ച് യോഹന്നാൻ കേട്ടപ്പോൾ തൻ്റെ അന്തരംഗത്തിൽ ഒരു ശബ്ദം, വരാനുള്ളവൻ ഇവൻ തന്നെ. എന്നാലും അതിനകത്തും ഒരവിശ്വാസത്തിൻ്റെ വാക്ക് കിടക്കുന്നു, ഞാൻ ഇനിയും കാത്തിരിക്കണോ. ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ താങ്കളോട് പ്രവചിച്ചു പറയുന്നു, ഇനിയും ഞാൻ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി വളരെ കാത്തിരിക്കണമോ എന്നും, ഇനിയും ഞാൻ ഒരു ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നും, ഇനിയും ഒരു വിടുതലിന് വേണ്ടി ഞാൻ ഉപവസിക്കണോ, ഉപവസിച്ചിട്ട് കാര്യമുണ്ടോ, ഇനിയും ഞാനൊരു മെസ്സേജ് വിശ്വസിച്ചിട്ട് കാര്യമുണ്ടോ, ഇനി ഒരു പ്രവാചക ശബ്ദത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നിട്ട് കാര്യമുണ്ടോ, ഇനിയും എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമോ, ഇനി ഈ വിഷയത്തിനകത്തൊരു മറുപടി ഉണ്ടോ, ഇനി ഇതിനകത്തൊരു വിടുതൽ കാണുമോ, എനിക്കിങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നിന്നൊരു മുന്നേറ്റമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന താങ്കളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവത്തിന്റെ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പിൽ ഉണ്ടായിട്ടുണ്ടോ, ഇതിനു മുമ്പേ ഉണ്ടായിട്ടുണ്ടോ എന്ന് താഴെ വായിക്കുന്ന വചനങ്ങൾ വെച്ച് ഒന്ന് മുട്ടിച്ചു നോക്കുന്നത് നല്ലതാണ്. മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ. രണ്ട് കാര്യമുണ്ട്, ഇനിയും കാത്തിരിക്കാനും തയ്യാറാ. യേശു കർത്താവ് ചുമ്മാ തമാശക്കെങ്കിലും ഞാനല്ല എന്ന് പറഞ്ഞാൽ ഇതാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കാനുള്ളൊരു കണ്ണ് തുറന്ന് കിട്ടിയിട്ടില്ല. ഇതല്ലേ ഇന്നും ആത്മീയ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യവചനം ഒരിടത്ത് പ്രസ്താവിച്ചാലും പഠിപ്പിച്ചാലും ഇതിനേക്കാളും വലിയൊരു സംഭവം അപ്പുറത്ത് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഓടാൻ തയ്യാറായി നിൽക്കുന്നവരല്ലേ കൂടുതലും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ശ്രദ്ധിക്കുക, ഞങ്ങൾ ഇനിയും കാത്തിരിക്കണോ. ഒരു കൺഫർമേഷനിലേക്ക് എത്താൻ കഴിയുന്നില്ല കാര്യങ്ങളിൽ. ഇത്രയും അത്ഭുതങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. എത്രയോ അത്ഭുതങ്ങൾ യേശു കർത്താവിൽ കൂടെ നടന്നു കഴിഞ്ഞിട്ടാണ് യോഹന്നാന്റെ കാതുകളിൽ ഇത് എത്തുന്നത്. അല്ല, പലവട്ടം എത്തിയപ്പോൾ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒരു പരമ്പര നടക്കുന്നു. ഈ സ്ഥലത്തൊരു പരമ്പര നടക്കുന്നു. ഗലീലയിൽ ഒരു അത്ഭുതം നടന്നുകൊണ്ടേയിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോഴാണ് യോഹന്നാൻ ഒരു ശങ്ക, ഇതവനാണോ അല്ലയോ, അതോ ഇനിയും ഞങ്ങൾ കാത്തിരിക്കണോ. ദൈവാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, നീ കാത്തിരുന്ന ഒരു ദൈവത്തിന്റെ വിടുതലും പ്രവൃത്തിയും നിന്റെ ജീവിതത്തിന്റെ അടുത്തെത്തിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരി, സഹോദര, നീ കാത്തിരുന്ന ഒരു ദൈവിക ഇടപെടൽ, ഒരു ഹെവൻലി ഇന്റർവെൻഷൻ നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ പോകുകയാണ്. പ്രിയപ്പെട്ട സഹോദര, സഹോദരി, നീ കാത്തിരുന്ന ഒരു ദൈവിക എൻകൗണ്ടർ നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഞങ്ങൾ കാത്തിരിക്കണോ. രണ്ട് കാര്യം എനിക്ക് അതിനകത്ത് പറയാനുണ്ട്. ഇവർ എന്തൊക്കെയോ കാത്തിരുന്നു, അതൊരു വിടുതല. ഈ യോഹന്നാനാകട്ടെ, യോഹന്നാന്റെ ശിഷ്യന്മാരാകട്ടെ, ഇവർ ഒരു മശിഹായിക്ക് വേണ്ടി, ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നവർ അത്ഭുതം കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇനിയും കാത്തിരിക്കണോ. അർത്ഥം, എനിക്കവരെ കുറ്റപ്പെടുത്താനല്ല തോന്നുന്നത്, അവർ ഇനിയും ഒരുക്കമുള്ളൊരു മനസ്സോടെ ഇരിക്കുന്ന ഒരു കൂട്ടമാണ്. ആമേൻ. അല്ലേ? ഞങ്ങൾ ഇനിയും കാത്തിരിക്കണം. മടുപ്പില്ല. മടുപ്പുള്ള ഏതെങ്കിലും ക്രിസ്ത്യാനികൾ, ദൈവമക്കൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, കാരാഗ്രഹത്തിനകത്ത് കിടന്നിട്ട് പോലും യോഹന്നാനെ മടുപ്പിന്റെ ആത്മാവ് ബാധിക്കുന്നില്ല എന്നുള്ളത് കണ്ടുപഠിക്കേണ്ട കാഴ്ചയാണ്. കാരാഗ്രഹം നിന്റെ ജീവിതത്തെ മടുപ്പിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തെ. തടവറകൾ നിന്റെ ജീവിതത്തെ ദണ്ഡിപ്പിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തെ. കാരാഗ്രഹത്തിന്റെ ഇരുട്ട് നിന്റെ ആത്മീയ ജീവിതത്തെ കൂടെ മൂടുന്നു പ്രിയപ്പെട്ട സുഹൃത്തെ. ഒരുവൻ വിളിച്ചു പറയാണ്, ഞാൻ ഇനിയും കാത്തിരിക്കാൻ തയ്യാറാണ്. എന്റെ ഹൃദയത്തിനകത്ത് എന്റെ ശരീരത്തെ മാത്രമേ ലോക്ക് ചെയ്തിട്ടുള്ളൂ, എന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ മാത്രമേ ബന്ധിച്ചിട്ടുള്ളൂ, പക്ഷെ എന്റെ ആത്മീയ സ്വാതന്ത്ര്യത്തെ ബന്ധിച്ചിട്ടില്ല. ഇന്നും കാരാഗ്രഹത്തിന്റെ സമതുല്യ അനുഭവത്തിനകത്ത് കിടക്കുന്ന ചിലരെ നോക്കി ദൈവാത്മാവ് ചോദിക്കുന്നു, നിന്റെ ആത്മീയ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തെ ആർക്കു ബന്ധിക്കാൻ കഴിയും? നിനക്കല്ലാതെ. നിന്റെ പ്രാർത്ഥനയുടെ സ്വാതന്ത്ര്യത്തെ ആർക്കു ബന്ധിക്കാൻ കഴിയും? നിനക്കല്ലാതെ.
കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നവൻ ശിഷ്യന്മാരുടെ ശബ്ദത്തിൽ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ തന്റെ ശബ്ദം ശിഷ്യന്മാർക്ക് കൊടുത്തുവിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഇനിയും കാത്തിരിക്കണോ? കാത്തിരിക്കാനും തയ്യാറാ. മടുപ്പിന്റെ കാറ്റടിക്കാത്തൊരു കൂട്ടത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞാൻ നിന്നെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു എന്നല്ല, എന്നെ വിട്ടുപോ പിശാചേ എന്നല്ല, ചില അത്ഭുതങ്ങളുടെ താക്കോൽ തന്റെ കയ്യിൽ കൊടുത്തുവിടുകയാണ്. ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു. 4-ാമത്തെ വാക്യം, യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിക്കുവിൻ. എന്നാൽ എന്നിൽ ഇടറി പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. ഈ മറുപടി നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പിടി കിട്ടുന്നുണ്ടോ? നമ്മളാണെങ്കിൽ എന്തോ പറയും, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആൾ ഇദ്ദേഹം താങ്കൾ തന്നെയാണോ? താങ്കൾ സ്പെക്ക് വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള ചില ഐഡിയാസാണ് തന്നു വിട്ടേക്കുന്നത്. ഞാൻ പറഞ്ഞു, അതെ, ഞാനിപ്പോൾ കുറച്ച് നേരത്തെ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ, ഞാൻ തന്നെയാണ് ആള് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വലിയ ഡയലോഗ് വിടാൻ നിൽക്കും. പക്ഷെ യേശു തന്നിലൂടെ നടക്കുന്ന പ്രവർത്തികൾ വെളിപ്പെടുത്തി. കർത്താവ് ചുമ്മാ വാചകം അടിക്കത്തില്ല. ദൈവത്തിന് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ടെങ്കിൽ, ഞാനിതാ വരുന്നു, ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു, ഇതാ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്താറായി എന്നൊന്നും പറഞ്ഞ് കർത്താവ് അങ്ങനെ അപ്ഡേറ്റ്സ് ഒന്നും അയക്കത്തില്ല. വരും ചെയ്യേണ്ടത് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവിനെ കുറിച്ച് പോലും പറയുന്നത് കള്ളനെ പോലെ വരുമെന്ന. കർത്താവിന്റെ 2-ാമത്തെ വരവിനെ കുറിച്ച് പറയുന്നത് കള്ളനെ പോലെ വരുമെന്ന. അവന്റെ വരവും പ്രവൃത്തിയും ഒക്കെ അങ്ങനെയാണ്. കർത്താവിന്റെ വരവും പ്രവൃത്തിയൊക്കെ അങ്ങനെയാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഇനിയും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പ്രത്യാശയ്ക്ക് ഭംഗം വന്നിട്ടില്ലെങ്കിൽ ഈ സന്ദേശത്തിനകത്ത് നിങ്ങൾക്കുള്ള ജീവനുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ യേശു തന്റെ ശിഷ്യന്മാരുടെ കയ്യിൽ തുറന്നു കൊടുത്തു വിടുന്നത്? അടച്ചു കൊടുത്തു വിടുന്നതല്ല, തുറന്നു കൊടുത്തു വിടുന്നു. ഇതൊരു തുറന്ന ദൂതാണ്. യേശു സംസാരിക്കുന്നത് തുറന്ന ഒരു ദൂതാണ്. കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ അടഞ്ഞു, ദേ ആ കണ്ണു തുറക്കാനുള്ളവനെ ഞാൻ തുറക്കാൻ പോകുന്നു, ദേ ആ നടക്കാൻ കാത്തിരിക്കുന്നവനെ ഞാൻ നടത്താൻ പോകുന്നു, ദേ നാളെ മരിക്കാനിരിക്കുന്നവൻ മരിച്ചതിന് ശേഷം ഞാൻ ഉയർപ്പിക്കാൻ പോകുന്നു. നോ 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 നോ, ഇത് കർത്താവിന്റെ ദൂതല്ല. അടഞ്ഞ ഹൃദയവുമായി, ചോദ്യങ്ങൾക്ക് ഉത്തരം ഒന്നുമില്ലാതെ ചോദ്യവുമായി മാത്രം വന്ന ശിഷ്യന്മാരുടെ കയ്യിൽ തുറന്നു കൊടുത്തു വിടുകയാണ്. ഞാനിതാ ഒരു കുരുടനെ കാഴ്ച കൊടുത്തു, ഞാനൊരു ബധിരനെ കേൾപ്പിച്ചു, ഞാൻ ഒരുപാട് മുടന്തന്മാരെ നടത്തി, ഒരുപാട് മരിച്ചവരെ ഞാൻ ഉയർപ്പിച്ചു, ഞാനിതാ ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിച്ചും കൊണ്ടേയിരിക്കുന്നു. ഇത് പോയി പറ. തുറന്നു കൊടുത്തു വിടുകയാണ്. നടന്ന സംഭവങ്ങൾ തുറന്നു കൊടുത്തു വിടുകയാണ്. അടഞ്ഞ പുസ്തകവുമായി വീണ്ടും യോഹന്നാനെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ഉത്തരവുമായിട്ടല്ല യേശുവിന്റെ അരികിൽ വന്ന ശിഷ്യന്മാർ മടങ്ങിപ്പോയത്. അവർ തുറന്ന ഉത്തരവുമായിട്ടാ പോയത്. ഇന്ന് ഉത്തരം കിട്ടാതെ ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് അറ്റൻഡ് ചെയ്ത ചിലരെ നോക്കി ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ കയ്യിൽ ദൈവം തരുന്നത് കേവലം പ്രവചന ശബ്ദങ്ങൾ മാത്രമല്ല. നടക്കാൻ പോകുന്നു, വരാൻ പോകുന്നു, സംഭവിക്കാൻ പോകുന്നു തുടങ്ങി ഒത്തിരി ദൂതുകൾ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ യേശുവിന്റെ അടുത്ത് വന്ന ദൂത് കേട്ട ശിഷ്യന്മാർക്ക് കൊണ്ടുപോകാനുള്ളത് തുറന്ന ദൂതുകളാണ്. നാളെ എപ്പോഴെങ്കിലും വന്ന് ആരെങ്കിലും കൈവച്ച് തുറന്നു തരൂ എന്നുള്ള ദൂതല്ലെന്നേ, കർത്താവ് തുറന്നു എന്ന ദൂത. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ പറ, എന്റെ ജീവിതത്തിലും യേശുവിന്റെ നാമത്തിൽ ഈ ദൂതിന്റെ താക്കോൽ വന്ന് എന്റെയും ഡോറുകൾ തുറന്നു തന്നു കഴിഞ്ഞു. കടഭാരത്തിനകത്താണോ, രോഗത്തിനകത്താണോ, ശാപത്തിനകത്താണോ, അസമാധാനത്തിനകത്താണോ, സങ്കടക്കയത്തിനകത്താണോ, ദണ്ഡനങ്ങൾക്കകത്താണോ, പീഡനങ്ങൾക്കകത്താണോ, നിരാശയ്ക്കകത്താണോ, ആങ്സൈറ്റിക്കകത്താണോ, ഡിപ്രഷനകത്താണോ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ സൗഖ്യമാകുമെന്നല്ല, നീ യേശുവിന്റെ രക്തത്തിൽ സൗഖ്യമായി കഴിഞ്ഞു. നീ വിടുവിക്കപ്പെടുമെന്നല്ല, ഈ ദൂത് നിന്നെ വിടുവിച്ചു കഴിഞ്ഞു. ഓ ഹൃദയത്തിനകത്ത് അവിശ്വാസത്തിന്റെ കാറ്റടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നു എങ്കിലും ഇപ്പോഴും യൗവനം പോലെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന യോഹന്നാൻ പറയുന്നു, അങ്ങല്ല ക്രിസ്തുവെങ്കിൽ
മടുക്കുമെങ്കിൽ ഇനിയും ഞാൻ മടുക്കാതെ കാത്തിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൂതല്ലെങ്കിൽ ഇനിയും നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ പുസ്തകമെടുത്ത എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ഒരു ചരിത്രകാരന്മാരെ കുറിച്ചുമല്ല, ചരിത്രത്തെ രണ്ടായി AD എന്നും BC എന്നും തിരിച്ച എന്റെ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് കൊണ്ട് നീ ഇനി കാത്തിരിക്കേണ്ടി വരത്തില്ല. കാത്തിരുന്ന നിനക്കൊരത്ഭുതം എന്റെ കർത്താവിന് നൽകുവാൻ കഴിയും. In the name of Jesus. ചെന്നറിയിക്കുക. കുരുടൻ ഉപവസിക്കുന്നു എന്നല്ല, കുരുടർ കാണുന്നു. ബധിരർ ഇയറിംഗ് എയ്ഡ് വെച്ച് നടക്കുന്നു എന്നല്ല, അവരത് ഉപേക്ഷിച്ചു. മരിച്ചവരുടെ വീട്ടുകാർ അവരെക്കുറിച്ച് ഒപ്പാരി വെക്കുന്നു എന്നല്ല, അവരെക്കുറിച്ച് വിലപിക്കുന്നു എന്നല്ല, അവർ അത്ഭുതത്തോടെ ഉയർപ്പിച്ചവനെയും കൊണ്ട് വീട്ടിൽ പോയെന്ന്. ദരിദ്രർ നാളെയും ദരിദ്രരാണെന്നല്ല, അവർ സമ്പത്തിന്റെ ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ കൈക്കൊണ്ട് ആനന്ദിക്കുന്നുവെന്ന് പോയി പറയുക. പ്രവചിക്കും നിന്റെ വീടിനകത്ത്, പ്രവചിക്കും സുഹൃത്തെ നിങ്ങളുടെ ഭവനത്തിനകത്ത്, പ്രവചിക്കും നിങ്ങളുടെ മക്കളെ നോക്കി. ഡിക്ലെയർ ചെയ്യുക. നാളെ എനിക്ക് കാഴ്ച കിട്ടുമായിരിക്കും. നോ, നീ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നിന്റെ കണ്ണിൽ ഒരു മിന്നൽ പോലെ കണ്ണുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒരു സൗഖ്യത്തിന് വേണ്ടി, കണ്ണിന് കാഴ്ചയില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇനി കാഴ്ചയില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഒരു സൗഖ്യത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിന്റെ കണ്ണിന് വേണ്ടി നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ വചനം നിന്റെ കണ്ണിലേക്ക് ഡിക്ലെയർ ചെയ്യുക. നാളെ കാണും, മറ്റന്നാൾ കാണും എന്നല്ല. യോഹന്നാന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, കുരുടർ കാണുന്നു. തുറന്നു കൊടുക്കുക കർത്താവ്. അവരുടെ കൺഫ്യൂഷൻസിനെ കംപ്ലീറ്റ്ലി കർത്താവ് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അവരടഞ്ഞവരായി വന്നു, പക്ഷെ തുറന്ന് അവരെ വിട്ടത്. യേശുവിന്റെ അരികിൽ നീ വന്നതും അങ്ങനെ തന്നെ അടഞ്ഞവനായിട്ടും അടഞ്ഞവളായിട്ടും വന്നത്. നിന്നെ കർത്താവ് തുറന്നു വിടുകയാ. നിന്റെ കണ്ണിലേക്ക് കൈവച്ചു പറ, യേശുവിന്റെ നാമത്തിൽ ഒരു മിന്നൽ നിന്റെ കണ്ണിലേക്ക് അടിക്കുന്നത് പോലെ ഒരു പ്രകാശം ഇപ്പോൾ വിശ്വസിക്കുന്നവരുടെ മേൽ സംഭവിക്കട്ടെ. ഞാനത് ഡിക്ലയർ ചെയ്യുന്നു. അത്ഭുതകരമായ കാഴ്ച ദൈവം എൻ്റെ മേൽ ഒരു ഹീലിംഗ് അനോയിന്റിംഗ് തന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ വ്യക്തമായി പറയുന്നു, വിശ്വസിക്കുന്നവരുടെ കണ്ണിന്മേൽ മിന്നൽ പോലെ ഒരു ദൈവശക്തി അടിക്കട്ടെ. നിന്റെ കണ്ണിൽ നഷ്ടപ്പെട്ടു പോയ കാഴ്ച മടങ്ങി വരട്ടെ. ഇതിനകത്ത് ടെസ്റ്റിമണി പറയാനുള്ള നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് വാട്സാപ്പിൽ ആ ടെസ്റ്റിമണി അയക്കാം. ബധിരർ കേൾക്കുന്നു. ആരും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നല്ല, ആരും കയ്യാങ്യം കാണിച്ചു മനസ്സിലാക്കി കൊടുക്കുന്നു എന്നല്ല, അവർ ഉപയോഗിച്ചിരുന്ന എല്ലാ എയ്ഡും അവരെടുത്തു മാറ്റി. അവരവരുടെ സ്വന്തം ചെവി കൊണ്ട് കേൾക്കുന്നു. നീ ചെവിയുമായി ബന്ധപ്പെട്ട് ഒരു വേദന അനുഭവിക്കുന്ന, കേൾവിക്കുറവ് അനുഭവിക്കുന്ന, ചെവിയിലൂടെ പഴുപ്പൊലിക്കുന്ന, മാസാമാസം ചെവിയിൽ ഇൻഫെക്ഷൻ വരുന്ന, ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അത് വെക്കണമെന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കാശില്ലാത്ത ഒരു വ്യക്തിയാണോ? നീ വിശ്വാസത്തോടെ ഈ ലഭ്യമാകുന്ന കേൾവിയിൽ നിങ്ങളിത് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കാതുകളിലേക്ക് നിങ്ങൾ വിശ്വാസത്തോടെ കൈവയ്ക്കുക. ഒരു ദൈവിക ചൂട് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കാതുകളിലേക്ക് ഒരു ദൈവിക ചൂട്, ഒരു ദൈവത്തിന്റെ ചൂട്, അസ്വർഗീയ ചൂട് ഇപ്പോൾ നിങ്ങളുടെ കാതുകൾക്കകത്ത് വെളിപ്പെട്ട് വരും. നിന്റെ കാത് സൗഖ്യമാകും. എന്റെ യേശു അവന്റെ കാതുകളിൽ വിരലിട്ടിട്ട് പറഞ്ഞു, ഞാനും ആ വാക്ക് തന്നെ ഉച്ചരിക്കുന്നു. എന്റെ അരുമനാഥന്റെ നാവിലൂടെ, വായിലൂടെ, അധരത്തിലൂടെ പുറത്തു വന്ന അതേ പദം ഞാനും ഉച്ചരിക്കുന്നു, നിന്നെ നോക്കി ഉച്ചരിക്കുന്നു. In the name of Jesus Christ. തുറന്നു വരിക. എഫഥ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ
കേവലം കാത് മാത്രമല്ല തുറക്കുന്നത്, കേവലം ചെവി മാത്രമല്ല തുറക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കേവലം ചെവി മാത്രം തുറക്കത്തില്ല. അവൻ്റെ എല്ലാ മേഖലകളെയും കർത്താവ് തുറന്നു വിടും. എല്ലാ മേഖലകളും എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനൊക്കെ വേണ്ടിയാ പ്രാർത്ഥിക്കുന്ന ആ മേഖലയിലെല്ലാം എഫഥ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ആ എഫഥ അപ്ലൈ ചെയ്യാം. ആത്മീയ ജീവിതം അടഞ്ഞുപോയോ? എഫഥായിൽ വിശ്വസിക്കുക. ഞങ്ങൾ ഇനി കാത്തിരിക്കണോ അതോ വരുവാനുള്ളവൻ നീയോ? വരുവാനുള്ളവൻ നീയോ? വരുവാനുള്ളവൻ നീയോ? യേശു പറഞ്ഞു, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിക്കുവിൻ, എന്നാൽ എന്നിൽ ഇടറിപ്പോകാതെ. നിങ്ങൾ ശ്രദ്ധിക്കണേ, കാണുന്നവർ ഇക്കൂട്ടത്തിലുണ്ട്, ശിഷ്യന്മാർ മാത്രമല്ല. ഒരുപാട് പേർ കാണുന്നവർ ഇക്കൂട്ടത്തിലുണ്ട്. ആരുടെ കൂട്ടത്തിൽ? യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ കാണുന്നവരുണ്ട്, കേൾക്കുന്നവരുണ്ട്, അനുഭവിക്കുന്നവരുണ്ട്. തീർന്നില്ല, നാലാമത് വേറൊരാളുണ്ട്. ഇനി ഈ അനുഭവിച്ചവരിൽ ചിലർ യേശുവിലേക്ക് പങ്കുചേരുന്നു, വളരെ കൂട്ടം പിന്മാറിപ്പോകുന്നു. ഇനിയുണ്ട് അഞ്ചാമത്തെ ഒരു കൂട്ടം. ചേർന്ന് നിന്നവരിൽ ചിലർ ഈ കർത്താവിനെ വിട്ട് ഇടറിപ്പോകുന്നു, പിന്നെയും അംശമായ ചിലത് മാത്രം യേശുവിനോടുകൂടെ ചേരുന്നു. നമ്മുടെ ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ കൂടെയാ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ പേർ കോവിഡിന് മുമ്പേ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. കോവിഡിന് ശേഷം ഒത്തിരി പേർ ദൈവനിന്ദയിൽ, ദൈവത്തെ നിന്ദിച്ച്, ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് കോവിഡ് എന്ന രോഗം വന്നു, ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കിങ്ങനെ വന്നു, ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട ആൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ ഒരു വ്യത്യാസം വന്നില്ല എന്ന് പറഞ്ഞ് വളരെ പേർ കർത്താവിനെ വിട്ട്, ഭക്തിമാർഗമേ വിട്ട് നിരീശ്വരവാദികളായി അവർ പിരിഞ്ഞുപോയി. വേറെ ചിലർ കോവിഡ് കഴിഞ്ഞിട്ടും പിടിച്ചു നിന്നു. യോഹന്നാൻ ചോദിച്ചതുപോലെ ഇനി കാത്തിരിക്കണം, ഞാൻ കാത്തിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിലെ ഇന്ന് അവരില്ല. അവരും നിരീശ്വരവാദി ആയില്ല എന്നേ ഉള്ളൂ, പക്ഷെ ഏതാണ്ട് ആ കൂട്ടത്തിലൊക്കെ മാറിപ്പോയി. എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. എങ്ങനെയാ കർത്താവിൽ നിന്ന് ഇടറിപ്പോയതൊരു കൂട്ടം? കർത്താവിൽ നിന്ന് ഇടറിപ്പോയത് വചനം കേട്ടിട്ടാണ് ഇടറിപ്പോയത്. ഓ മൈ ഗാഡ്, വചനം കേട്ട് ഇടറിപ്പോയി. കർത്താവിന്റെ വചനം നമുക്ക് തന്നത് നമ്മളെ ഉറപ്പിക്കാനല്ലേ, പക്ഷെ കർത്താവിന്റെ വായിൽ നിന്ന് കേട്ട വചനത്താൽ തന്നെ ചിലർ ഇടറിപ്പോയി. എന്തുകൊണ്ട്? അവർ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു. ബുദ്ധിയിൽ അതിനകത്തുനിന്നൊരു റിജക്ഷൻ ഉണ്ടായി. അവരുടെ സ്പിരിറ്റിന് ആ പാർട്ടിൽ ഒന്നും ചെയ്യാനില്ലായിരുന്നു. അങ്ങനെ യേശുവിനെ വിട്ടേച്ചു പോയി. ഏതാ ഭാഗം? യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലേക്കൊന്ന് നിങ്ങൾ വന്നേ. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം കൂടെ വായിച്ചിട്ട് നമുക്കങ്ങ് നിർത്താം. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൻ്റെ 63-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ നിങ്ങൾ. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ ഇന്നവർ എന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവനെന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ തന്നിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് എന്ന് അവൻ പറഞ്ഞു. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു 12 നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ പിശാചാകുന്നു. ഓ മൈ ഗോഡ്, എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് അവൻ ശീമോൻ ഇസ്കരിയോത്താവിന്റെ മകനായ യൂദായെ കുറിച്ച് പറഞ്ഞു.
ഇവൻ പന്തിരുവരിൽ ഒരുത്തനെങ്കിലും അവനെ കാണിച്ചു കൊടുപ്പാനുള്ളവൻ ആയിരുന്നു. നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോ. ഇവരിൽ ഒരുത്തവൻ, നിങ്ങളിൽ ഒരുത്തൻ പിശാചാകുന്നു. നിങ്ങളിൽ ഒരുത്തൻ പിശാചാകുന്നു. ദൈവത്തിന്റെ ശിഷ്യഗണത്തിനകത്ത് പെട്ട ഒരുവനെ സാത്താനിങ്ങ് ചൂണ്ടാൻ പറ്റി. പിശാചിന്റെ സ്വഭാവങ്ങൾ അവനിലാക്കി അവനെ തന്നെ പിശാചാക്കാൻ പറ്റി, ഒറ്റുകാരനാക്കാൻ പറ്റി, ദുഷ്ടത പ്രവർത്തിക്കാൻ പറ്റി. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്. എനിക്ക് ഈ വചനത്തിനകത്തുനിന്ന് ഞാനും എടുക്കുകയാണ്. എനിക്ക് നമ്മുടെ ഈ കുടുംബത്തോട് ഒരുമിച്ച് പറയാനുള്ളത് ഒന്നാണ്. ദൈവവചനം കേൾക്കുന്നു എന്ന് പറഞ്ഞ് സാത്താൻ നമ്മളെ അറ്റൻഡ് ചെയ്യാതെ ഇരിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ദൈവം ഉണ്ടോ, ദൈവം പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് പറയുക. നിങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ എത്രയോ കാത്തിരിപ്പിന് ദൈവം നമുക്ക് മറുപടികൾ തന്നു കഴിഞ്ഞു. എത്രയോ പ്രാവശ്യം ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന കൂട്ടത്തിനകത്ത് ഇതുപോലൊരു പിശാചാകാനും ആക്കാനും സാത്താനും തൻ്റെ ദൂതന്മാരും എത്രയോ പ്രാവശ്യം നമ്മളെയൊക്കെ ട്രിഗർ ചെയ്തു, എത്രയോ പ്രാവശ്യം നമ്മളെയൊക്കെ ഫോക്കസ് ചെയ്തു. പക്ഷെ 91-ാം സങ്കീർത്തനം പറയുന്നത് പോലെ തൂവലുകൾ കൊണ്ട് അവൻ നമ്മെ മറച്ചത് നമ്മുടെ ദൃഷ്ടി കൊണ്ട് നമ്മൾ കണ്ടോ? ഇല്ല. ഈ 12 ശിഷ്യന്മാരിൽ ഒരുവനായ യൂദായെ പോലെ പിശാചാകാൻ എത്രയോ പ്രാവശ്യം സാത്താൻ നമുക്ക് ക്ഷണക്കത്ത് തന്നു. പക്ഷെ പലപ്പോഴും എൻ്റെ കൈകളിലേക്ക് ആ ക്ഷണക്കത്ത് എത്തുന്നതിന് മുൻപേ എൻ്റെ കൂടെ ദൈവം സുരക്ഷിതത്വത്തിനായി നിർത്തിയിരിക്കുന്ന മാലാഖമാർ അല്ലെങ്കിൽ ദൂതന്മാർ അതിനെ കത്തിച്ചു കളഞ്ഞത് നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടോ? എത്രയോ പ്രാവശ്യം സാത്താനീയ ചിന്തകൾ എന്റെയും നിങ്ങളുടെയും ഒക്കെ ചിന്താമണ്ഡലങ്ങൾക്കകത്ത് അവിശ്വാസ രൂപേണയും അല്ലാത്ത രൂപേണയും ഒക്കെ പിശാച് കൊണ്ടിട്ട് തന്നിട്ടും അതിന്റെ സ്ഥാനത്ത് വെച്ച് തന്നെ ദൈവത്തിന്റെ തീയിറങ്ങി അത് എരിച്ചു കളഞ്ഞത് നിങ്ങളുടെ സ്പിരിച്വൽ ഐസിൽ നിങ്ങൾ കണ്ടോ? ഇല്ല. എങ്കിലും പത്രോസിനൊഴിയാൻ കഴിഞ്ഞതുപോലെയും മറ്റു ശിഷ്യന്മാർക്ക് ഒഴിയാൻ കഴിഞ്ഞതുപോലെയും യൂദായ്ക്ക് ഒഴിയാൻ കഴിഞ്ഞില്ല. കാരണം പിശാച് അവന്റെ ഹൃദയത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു, പലതുകൊണ്ടും കീഴ്പ്പെടുത്തി. മുകളിലോട്ടൊക്കെ വായിക്കുന്ന സമയത്തും ലൂക്കോസ് വായിക്കുന്ന സമയത്തൊക്കെ നമുക്കറിയാം സാത്താൻ അവന്റെ മനസ്സിൽ തോന്നിച്ചിരുന്നു, ഹൃദയത്തിൽ ഹൃദയം കൈവശപ്പെടുത്തുന്നത് സാത്താനാണോ? അവൻ ആഗ്രഹിക്കുന്നത് നമ്മളെ കൊണ്ട് ചെയ്യിച്ചിരിക്കും. മനസ്സ് നിയന്ത്രിക്കുന്നത് സാത്താനും അവന്റെ ദൂതന്മാരുമാണോ? അവൻ ആഗ്രഹിക്കുന്നത് നമ്മളെ കൊണ്ട് ചെയ്യിച്ചിരിക്കും. പക്ഷേ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതാ ദൈവത്തിന്റെ വചനം. അങ്ങനെയുള്ള ഒരു കൂട്ടർക്ക് യോഹന്നാന് ദൈവം പറയുകയാണ്, നീ കാത്തിരുന്നവർ മറ്റാരുമല്ല ഞാൻ തന്നെയാണ് എന്ന് പറയാതെ പറയുകയാണ്, മറ്റാരെ കൊണ്ടും നടക്കാത്ത അത്യത്ഭുതങ്ങൾ എന്റെ വരവിന് ശേഷം നടക്കുന്നു എന്ന് മാത്രം പോയി പറയുക, ബാക്കി അവൻ പൂരിപ്പിച്ചോളും. ഈ കേട്ട തിരുവെഴുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പൂരിപ്പിച്ച് ചേർക്കാനുള്ള, ഇനി ഫില്ല് ചെയ്ത് ചേർക്കാനുള്ള ഏതെങ്കിലുമൊക്കെ ബ്ലാങ്ക് സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂരിപ്പിച്ച് ചേർക്കാൻ കഴിയുന്നുണ്ടോ? എന്റെ ജീവിതത്തിൽ ഞാൻ തിരഞ്ഞെടുത്തത് ശരിയായ ഒരു രക്ഷകനെ തന്നെയാണെന്ന്, ഞാൻ വിളിച്ചപേക്ഷിക്കുന്നതും ഞാൻ കാത്തിരിക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നതും വായിക്കുന്നതും ശരിയായ ഒരു പുസ്തകമാണെന്ന് വേദപുസ്തകം പറയുന്നു. ഇതിനകത്ത് ദൈവം കുരുടന്മാരെ പോലെ ഇരുന്ന് കണ്ണു തുറന്ന പലരും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ പലരും ബധിരന്മാരായി ഇരുന്ന പലരുടെയും കാതു തുറപ്പിച്ചിട്ട് ഈ മീറ്റിംഗ് അവർ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി മുടന്തിന്റെ അനുഭവങ്ങൾ ഉണ്ടായിരുന്ന പലരെയും കർത്താവ് സൗഖ്യമാക്കിയിട്ട് ഇന്ന് ചൊവ്വേ നേരെ നന്നായി മുമ്പോട്ട് ഓടുന്നവർ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷയത്തിന്റെ മേൽ ഇത്രയും സൗഖ്യവും വിടുതലും മാറ്റവും തന്ന ദൈവമല്ലാതെ മറ്റേതെങ്കിലും ഒരു ദൈവമോ ദൈവങ്ങളോ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇല്ല എന്നാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തരമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ കണ്ണടച്ചിട്ട് എപ്പോഴെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു അവിശ്വാസമോ ഒരു പിന്മാറ്റമോ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് ക്ഷമ ചോദിക്കാം. കാരണം അവൻ കണ്ണ് തുറപ്പിക്കുന്ന ദൈവമാ, അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാ.
അവൻ ബധിരരെ കേൾപ്പിക്കുന്ന ദൈവമാ, അവൻ മുടന്തരെ നടത്തുന്ന ദൈവമാ. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല, അതിശയങ്ങൾ തീർന്നു പോയിട്ടില്ല. എന്നാൽ അത്ഭുതങ്ങൾക്കായിട്ടും അതിശയങ്ങൾക്കായിട്ടും ആരും കർത്താവിനെ പിന്തുടരുകയും വേണ്ട. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അവകാശം കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവമക്കൾക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ ജീവിതത്തിൽ സ്വാഭാവികമാണ്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളൊരു ദൈവമക്കളായതുകൊണ്ട്, നിങ്ങളൊരു ദൈവ പൈതലായതുകൊണ്ട് ദൈവം തൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പറയാമോ, അപ്പാ ഞാൻ മറ്റാരെയും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊരു മനുഷ്യരിലുമല്ല ഞാൻ പ്രത്യാശ വയ്ക്കുന്നത്. ഞാൻ അങ്ങയിൽ മാത്രം, അങ്ങയിൽ മാത്രം, അങ്ങയിൽ മാത്രം. നിങ്ങളൊന്ന് സംസാരിച്ച അബ്ബായോട്, മറ്റാരിലും ഞാൻ പ്രതീക്ഷ വയ്ക്കുന്നില്ല. പ്രാർത്ഥിച്ചേ ദൈവസന്നിധിയിൽ. എല്ലാ തെറ്റുകൾക്കും എല്ലാ കുറവുകൾക്കും ഞാൻ ക്ഷമ ചോദിക്കുന്നു കർത്താവേ. ഓ മൈ ഗോഡ്. ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഒരു ഹെവൻലി ഇന്റർവെൻഷൻ, ഒരു സ്വർഗീയ സന്ദർശനം, നിന്റെ സ്പിരിച്വൽ ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ, ഫിനാൻഷ്യൽ മേഖലയിൽ ഒരു ഡെലിവറൻസ്, നിസ്തക്കപ്പായി നിൽക്കുന്ന മേഖലകൾക്കകത്ത് ഒരു ബ്രേക്ക് ത്രൂ. യെസ്, രക്ഷകന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, രക്ഷകന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. കുരുടന്റെ കണ്ണ് തുറക്കുന്നു. ആ നാട്ടിൽ വൈദ്യന്മാരില്ലായിട്ടല്ല, നിലവിൽ അല്പമെങ്കിലും ഒക്കെ കാണുമെങ്കിൽ ബാക്കി പൊടിക്കൈയും മരുന്നും ഒക്കെ ഉപയോഗിച്ച് കാഴ്ച കൊടുക്കാം, വൈദ്യന്മാർക്ക് കഴിയും. എന്നാൽ മുഴുവനായും ജന്മന കുരുടനായവനെ ആർക്ക് കാഴ്ച കൊടുപ്പിക്കാൻ കഴിയും? അതുകൊണ്ടല്ലേ അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത്. ദൈവത്തിനല്ലാതെ ആർക്കാ അത് ചെയ്യാൻ കഴിയുക? ഇതാരുടെയൊക്കെയോ മുമ്പിൽ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കുന്നു. വിശ്വസിക്കുന്ന ആരുടെയൊക്കെയോ മുമ്പിൽ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കുന്നു. യേശു പ്രാർത്ഥിച്ചേ ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഈ മധ്യത്തിൽ ഒരു സൗഖ്യമായി ചിലരുടെ മേൽ വെളിപ്പെടുന്നു. ഒരു ഭയങ്കര ഹീലിംഗ് ഇതിനകത്ത് നടക്കുന്നു, ഒരു മേജർ ഹീലിംഗ്. നീ ഇപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒരു അസാധാരണമായ ദൈവശക്തി നിങ്ങളുടെ മേൽ അടിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ആഴമേറിയ ദൈവിക കരം ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് വയ്ക്കുന്നത് ചില കുരുട്ടിന്റെ അനുഭവങ്ങളെ, ഇരുട്ടിന്റെ അനുഭവങ്ങളെ,
അന്ധതയുടെ അവസ്ഥകളെ ശാസിക്കുന്ന ഒരു ദൈവശബ്ദം, ഒരു ദൈവിക കാറ്റ് നിന്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുന്ന ഒരു സമയം വിശ്വസിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവേ, ഈ ജനത്തെ തൊടുക. ദാഹത്തോടെ കൊതിയോടെ ഇരിക്കുന്ന ജനത്തെ തൊടുക കർത്താവേ. എല്ലാ ഭയത്തിന്റെ അവസ്ഥകളെയും ശാസിക്കുന്നു, എല്ലാ ഇരുട്ടിന്റെ അവസ്ഥകളെയും ശാസിക്കുന്നു. എല്ലാ ഇരുട്ടിന്റെ കയറുകളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. എല്ലാ ദുഷ്ടശക്തികളും നീചശക്തികളും യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. In the name of Jesus, in the mighty name of Jesus. Rakababa santela raga to antalagada hastaragada hamdanagada shateri antore realtarisia. കർത്താവേ, ജീവനുള്ള കരങ്ങളിലേക്ക് ജനത്തെ ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവേ, മഹാനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ അങ്ങക്ക് തന്ന ഈ വിടുതലിനെ സ്വീകരിക്കുന്നു. ദൈവം ഈ ജനത്തെ തൊട്ടതിനായി, വിടുവിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വലിയ ദൈവിക ചൈതന്യവും വിടുതലും കർത്താവ് ഇന്നു മുതൽ ഈ കുടുംബത്തിൻ്റെ മേലുണ്ടാകട്ടെ. കൂടി വന്ന സകല ജനത്തെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. അവിടുത്തെ മഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. എല്ലാ മഹത്വവും ആരാധനയും സ്തുതികളും ബഹുമാനവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങതിന് യോഗ്യനാകുന്നു കർത്താവേ, അങ്ങതിന് യോഗ്യനാകുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധയാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ദൈവമക്കളോടുകൂടെയും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവോളവും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളോടും സകല വിശുദ്ധന്മാരോടുകൂടെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.